മൊണാലിസ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആരും അറിയാതെ എവിടെയോ കിടന്നൊരു പെൺകുട്ടി കുംഭമേളയോടുകൂടി വൈറലായി. അതിനുശേഷം ആ പെൺകുട്ടി മോഡലിങ്ങിലും സിനിമയിലൊക്കെ വന്നു. ഇപ്പോൾ ആ പെൺകുട്ടി വൈറലായത് കേരളത്തിൽ വന്ന് പ്രണയിച്ച പുരുഷനെ വിവാഹം ചെയ്തു. പക്ഷേ അത് ആ പെൺകുട്ടി കേരളത്തിൽ വന്നൊരു രജിസ്റ്റർ വിവാഹമോ അതൊന്നുമല്ല. ഭയങ്കരമായി വൈറലായി. നമ്മുടെ കേരള ഗവൺമെൻറ്റും പോലീസുകാരും എല്ലാവരും കൂടി ചേർന്ന് ആ കല്യാണം നടത്തിക്കൊടുത്തു. CPM ചുക്കാൻ പിടിച്ചൊരു കല്യാണമായിരുന്നു. അത് മാധ്യമത്തിൽ കൂടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തായിരുന്നു, എല്ലാവരും കൂടിയാണ് ആ പെൺകുട്ടിയെ പൂവ് ചൂടിക്കുന്നത് മുതൽ എല്ലാം നമ്മൾ കണ്ടു. അതും അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ, തെറ്റ് എന്ന് പറയുമ്പോൾ അത് ചോദിക്കുന്നത് എന്താണ്, ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ? ആണോ? ഒരിക്കലുമല്ല. ഏതോ ഒരു സ്ഥലത്ത് നിന്ന് 2 പേര് വന്നു. മൊണാലിസ കുറച്ച് വൈറലായത് കാരണം എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് കല്യാണം കഴിച്ച് കൊടുക്കാൻ ആ പെൺകുട്ടി സേഫാണോ, ഈ കൂടെയുള്ള പുരുഷൻ സേഫാണോ, ഇതൊന്നും ചിന്തിക്കാതെ തന്നെ ആ പെൺകുട്ടി പറഞ്ഞു ഇവനെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് ഈ CPMകാരും ഗവൺമെൻറ്റും എല്ലാവരും കൂടി ചേർന്ന് കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നു. അതും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പുരുഷനെയാണ് ആ പെൺകുട്ടി സ്നേഹിച്ചത്. അവരും മോഡലും സിനിമയിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്നു. ആ പെൺകുട്ടി പറഞ്ഞത് തന്നെ അച്ഛനിൽ നിന്ന് രക്ഷിക്കണം, കാരണം ആ പെൺകുട്ടിക്ക് വേറെ ഒരു കല്യാണം നടത്താൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ പറഞ്ഞാണ് അവർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. ആ പെൺകുട്ടിക്ക് 18 വയസ്സായെന്ന് പറയുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ അമ്മയുടെ വോയിസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായില്ല എന്ന് ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. അച്ഛനിൽ നിന്ന് രക്ഷിക്കണം എന്ന് കേട്ടപ്പോൾ തന്നെ അന്ന് ചിന്തിച്ചത്, ഈ കുട്ടി ഇതുപോലെ മാല വിറ്റ് നടന്നപ്പോൾ ആൾക്കൂട്ടം വന്നപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ ആ കുട്ടിയെ പൊതിഞ്ഞു പിടിച്ച് ഭയങ്കരമായി കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും അന്ന് മാധ്യമം വഴി കണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കുട്ടി അച്ഛനിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ എന്നെ വേറൊരു കല്യാണം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ വന്നപ്പോൾ പോലീസുകാർക്ക് ആ കുട്ടിക്ക് സുരക്ഷയോടുകൂടി ഒരു സ്ഥലത്ത് താമസിക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. അതിനുശേഷം അവർക്കൊക്കെ ബോധ്യമായതിനു ശേഷം ആ പെൺകുട്ടിയെ പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കുക. അതായിരുന്നു അതിൻ്റെ ഒരു ശരിയെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് എടുത്തു ചാടി എന്തൊക്കെയോ ചെയ്തു. ഈ കുട്ടിക്കാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത അതൊന്നുമില്ല. കുട്ടിക്ക് അത്ര എല്ലാവരോടും സംസാരിക്കാൻ പോലും ഒരു കഴിവില്ലാത്തതുപോലെ ഏത് ചോദ്യത്തിനും ആ പെൺകുട്ടിയുടെ പ്രണയിക്കുന്ന അയാളാണ് എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നത്. കല്യാണമൊക്കെ ഭംഗിയായി നടത്തിയതിന് ശേഷം ഒരു മനുഷ്യൻ, ആരായെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും കണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇതാണ് കേരള സ്റ്റോറി എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നത് കണ്ടോ. ഇനി അതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ലവ് ജിഹാദാണ് അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു പ്രണയത്തിൽ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നേരെ എന്തിനാണ് തീവ്രവാദവും ഈ ലവ് ജിഹാദും അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നത്? എല്ലാവരും, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും, ആരെ പ്രണയിച്ചു കഴിഞ്ഞാലും സ്നേഹം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് വളരെ നന്നായിട്ട് തന്നെ പോകും. സ്നേഹമില്ല എങ്കിൽ അത് ഏത് മതക്കാരാണെങ്കിലും അത് ഏതെല്ലാം ഭീകരമായ രീതിയിൽ പോവോ അതൊക്കെ ചെയ്യും. അല്ലാതെ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം പോയി, അല്ലെ ആ പെൺകുട്ടിക്ക് നാളെ വരാനിരിക്കുന്നത് ഭയാനകമായൊരു ജീവിതമായിരിക്കും. അവൻ അവളെ അങ്ങനെ ചെയ്ത് കളയും, അവൻ അവളെ ശരിയാക്കും, അവൾക്കത് കണ്ടു പഠിക്കണം, അവളത് അറിഞ്ഞു പഠിക്കണം, എല്ലാ പെൺകുട്ടികളും കണ്ടു പഠിക്കണം എന്നൊക്കെ ഒരു മുസ്ലിമിനെ ചൂണ്ടിക്കാണിച്ച് അവൻ തീവ്രവാദിയാണ് അല്ലെങ്കിൽ അത് ലവ് ജിഹാദാണ് അങ്ങനെ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. എന്തേ, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ക്രിസ്ത്യാനിയെ തന്നെ കല്യാണം കഴിച്ചിട്ട് അത് വല്ലാത്ത രീതിയിൽ ക്രൂരമായ കൊലപാതകം വരെ നടത്തിയത് നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഈ ഒരു കാര്യം ഒരു മുസ്ലിമിനെ മറ്റൊരു മതസ്ഥരായ ഒരു സ്ത്രീ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണോ? അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു യുവാവിനെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണോ? എന്തിനാണ് ഈ മതത്തിനെ മാത്രം ഇങ്ങനെ കൂട്ടുപിടിച്ച് മതത്തിനെ ചെറുതാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യം പറയുന്നത്? ഇതും എനിക്ക് തോന്നുന്നത് ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് കൂടുതലായി ഇതുപോലെ ഓരോരുത്തർ ഓരോ മീഡിയയിലുള്ളവരാണെങ്കിൽ കൂടി അതിനെ എടുത്തു കാണിച്ച് അത് ലവ് ജിഹാദാണ് അല്ലെങ്കിൽ അത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തരം ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെ തോന്നി. ശരിയാണ്, ഈ ഒരു പ്രായത്തിൽ അത് മുസ്ലിമിനെ ആയാലും ആരെയായാലും ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നത് അത് ഏത് വീട്ടിലായാലും ആർക്കും, ഒരു മാതാപിതാക്കൾക്കായാലും ബന്ധുക്കൾക്കായാലും ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിലുള്ള ആളെ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു വിഷമം തന്നെയാണ്. അല്ലാതെ ഇതുപോലെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെ ഒരു ലവ് ജിഹാദിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് പരത്തുന്നത് ശരിയല്ല. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരായാലും പ്രണയം വന്നാലല്ലേ, സ്നേഹം വന്നു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കുന്നു. എൻ്റെ അറിവിൽ തന്നെ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട യുവാക്കൾ
ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിച്ചു, അല്ലെ ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിച്ചു, വളരെ നല്ല സ്നേഹം കൊടുത്ത് ബന്ധുക്കളായാലും വീട്ടുകാരായാലും വളരെ നല്ലതായി ആദരിച്ച് അവർക്ക് കൊടുക്കാനുള്ള എല്ലാ സ്ഥാനവും കൊടുത്ത് അവർ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നവരെ എനിക്കറിയാം. എന്നാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി കൂട്ട് നിൽക്കുന്നത് പോലെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ പ്രണയം വന്നു പോയാൽ ആ ഒരു പെണ്ണിനെ അല്ലെ ഒരു യുവാവിനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപദ്രവിച്ചിട്ട് പോകുന്നതല്ലല്ലോ. സ്നേഹം കൊണ്ട് പ്രണയം കൊണ്ട് അവർ കല്യാണം കഴിക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു പേര് ലവ് ജിഹാദ് അല്ലെങ്കിൽ ഭീകരവാദം എന്നൊരു പേരിട്ട് അതിനെ താഴ്ത്തി കാണുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പോൾ മൊണാലിസ കല്യാണം കഴിച്ചപ്പോഴും ഈ ഒരു മുസ്ലിം യുവാവായതുകൊണ്ടാണോ ചിലവർ ഇതിനെ വല്ലാതെ ഇതുപോലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തതും പിന്നെ പോലീസുകാർ ചെയ്തതും CPMക്കാർ ചെയ്തതും ഒക്കെ വളരെ നല്ലതാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഈ ഒരു അച്ഛനും അമ്മയും ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് അന്വേഷിക്കാനോ അല്ല ഈ ഒരു യുവാവ് എവിടെ നിന്ന് വന്നതാണ് എന്താണ് ഇതൊന്നും അന്വേഷിക്കാതെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു, കല്യാണം കഴിച്ചു, ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തതിൽ ഒരിക്കലും ഒരു യോജിക്കാൻ പറ്റില്ല. ഈ പെൺകുട്ടി അന്ന് കുംഭമേളയിൽ വന്നപ്പോൾ തന്നെ പറയുന്നത് കേട്ടു, വിദ്യാഭ്യാസം അധികമില്ല, ലോകപരിചയമില്ല, ഒന്നും അറിയില്ല, തെറ്റ് ശരി എന്നൊന്നും മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് അറിയില്ല. അന്ന് അതിനൊരു 16 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായി. ഇപ്പോൾ 18 തികഞ്ഞു എന്ന ആ കുട്ടിയും കല്യാണം കഴിച്ച യുവാവും പറയുന്നെങ്കിലും കുട്ടിയുടെ അമ്മ പറയുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതൊന്നും നമുക്കറിയില്ല. ആധാർ കാർഡിലൊക്കെ 18 തികഞ്ഞു എന്ന് പറഞ്ഞു. എന്തായാലും ആ പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞു. ഈ നമ്മുടെ കേരളത്തിലാണ് ആ കുട്ടി എത്തിയിരിക്കുന്നത്. ആ യുവാവ് എന്തെങ്കിലും കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കാനോ അല്ല എന്തെങ്കിലും മുൻവിധിയോടു കൂടിയാണ് കല്യാണം കഴിച്ചത് എന്നൊന്നും വിശ്വസിക്കുന്നില്ല. എന്തായാലും അവർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കട്ടെ. ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ. ഇനിയും ഇവരുടെ പുറകിൽ നടന്നിട്ട് അവരുടെ ജീവിതം തകർക്കാതെ എന്തായാലും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരോട് തിരിച്ചു പോവാനോ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയും നടക്കുന്നുണ്ട്. ദുരഭിമാന കൊല എന്നൊക്കെ പറഞ്ഞ് നോർത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഏതായാലും CPMക്കാരും പോലീസുകാരും എല്ലാവരും ഇടപെട്ട ഒരു കല്യാണമായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയല്ലാതെ ആ കുട്ടിക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ കേരളത്തിലെ പോലീസുകാരായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ആ സമയത്തും ഈ കുട്ടിയുടെ കൂടെ ഉണ്ടാവണമെന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് പലരും പറയുന്നത് പോലെ പരിശുദ്ധ റമളാൻ മാസത്ത് വിവാഹം നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അറിയില്ല. കാരണം ഇവരും ഹിന്ദു മതാചാരപ്രകാരം അമ്പലത്തിൽ വെച്ചാണല്ലോ കല്യാണം കഴിഞ്ഞത്. ഏതായാലും തെറ്റേതാണ് ശരി ഏതാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിക്ക് ഭാവിയിൽ മുന്നോട്ട് ഒരു പ്രശ്നവും വരാതെ മറ്റു പലരും പറയുന്നത് പോലെ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും ആ കുട്ടി ചെയ്തത് തെറ്റ് തന്നെ. 18 വയസ്സാകുമ്പോഴേക്കും ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് കേരളത്തിൽ അഭയം നേടി അവിടുന്ന് ഒരു പരിചയവുമില്ലാത്ത 6 മാസം മാത്രം പരിചയം ആ കുട്ടിക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരാൾക്കും ആ കുട്ടിയെയോ ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന ആ പുരുഷൻ്റെയോ ചുറ്റുപാടുകളോ അവരുടെ ബന്ധുക്കളെയോ അവരെന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാതെ തന്നെ എന്തോ ഒരു മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്കോ അല്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു വാർത്ത. എന്തായാലും ആ കുട്ടിക്ക് നന്മ മാത്രം വരട്ടെ.